വേദനത്തിന്റെ കഥ, വിഷമത്തിന്റെ കഥ, ദുഃഖത്തിന്റെ കഥ. അവസാനം അവിടുന്ന് പ്രിയപ്പെട്ട പുന്നാര മകൻ അവിടുന്ന് കരയുകയാണ്. ഉമ്മാ, എന്റെ ഉമ്മയെ ഞാൻ കൊണ്ടുപോകാം. വയോവൃദ്ധയായി മാറുകയാണ് ഉമ്മ. ഈ മകൻ അവിടുന്ന് എവിടെ പോയാലും ഉമ്മയെ ചുമന്നുകൊണ്ട് കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മാനെ ചുമന്നുകൊണ്ട് കടന്നു പോകുമ്പോ ദിവസങ്ങൾ ഉമ്മാനെ ചുമന്നുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഒരു വേള ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, ഉമ്മാക്ക് നീ ചുമന്നുകൊണ്ടാണ് പോകുന്നതെങ്കിലും ഉമ്മാക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തങ്കക്കുടമേ. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യുമോ? മോനെ, ഉമ്മ വീട്ടിൽ കിടന്നുകൊള്ള, എന്റെ മകൻ കടന്നു വെക്കോ, എന്ത് കിട്ടിയാലും അത് കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു ഭാഗം എനിക്ക് തരുമോ? അങ്ങനെ മകൻ അവിടുന്ന് ഉമ്മാക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ട മകൻ അവിടുന്ന് ഉമ്മായെ നല്ലതുപോലെ ഒരുക്കുകയാണ്. നേരം വെളുത്തെഴുന്നേൽക്കുന്ന പൊന്നുമകൻ ഉമ്മാനെ നല്ലതുപോലെ കുളിപ്പിക്കുന്നുണ്ട്. ഉമ്മാന്റെ ശരീരത്തുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ അവിടുന്ന് കിടക്കുകയാണ്. ഉമ്മാന്റെ കവിൾത്തടത്തിൽ മകൻ പോകുന്നതിന് മുമ്പ് മുത്തം കൊടുക്കുകയാണ്. ചുക്കിച്ചുളിഞ്ഞ കൈകൾ പിടിച്ച് തലയിലേക്ക് വെച്ചിട്ട്, ഉമ്മാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? സഹോദരങ്ങളെ, ദുനിയാവിന്റെ പുറത്താരാ ഉള്ളത്? നമ്മുടെ ഉമ്മയെ പോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്നതാരാ ഉള്ളത്? സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്റെ ഉമ്മാന്റെ ദുആ അതുപോലെ ഒന്നും നിനക്ക് ലഭിക്കാതിരിക്കുന്നില്ല. നീ അവിടെ നിന്ന് നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി വലിച്ചെറിയുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, അത് നിങ്ങളുടെ സ്വർഗമാണ്, അത് നിങ്ങളുടെ സന്തോഷമാണ്. അവിടെ നീ മകൻ അവിടെ നിന്ന് ഉമ്മാന്റെ അരികത്ത് പോയി ഉമ്മാന്റെ കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് കൈ പിടിച്ച് തലയിലേക്ക് വെക്കുകയാണ്. കൈ പിടിച്ച് തലയിലേക്ക് വെച്ചു. പറഞ്ഞു, ഉമ്മാ, ഈ പൊന്നുമകനിക്ക് ദുആരക്കുമോ? പ്രിയപ്പെട്ട പുന്നാര മകനിക്ക് വേണ്ടി ദുആ ചെയ്തു. മകൻ അവിടെ നിന്ന് ഭക്ഷണം എടുത്തു കൊണ്ടുവച്ചു, വെള്ളം കൊണ്ടുവച്ചു. അങ്ങനെ മകൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അന്ന് വൈകുന്നേരമാകുമ്പോ ഉമ്മ വീട്ടിലുണ്ടല്ലോ, പെട്ടെന്ന് ഓടി വരികയാണ്. ആരോ ഉമ്മാക്ക് എന്തോ കൊണ്ടു കൊടുത്തിരിക്കുകയാണ്. ഉമ്മ അതും വെച്ച് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, മകൻ വന്ന പാട പറഞ്ഞു, പൊന്നുമോനെ, ഇതെനിക്കൊരാള് സമ്മാനമായി തന്നതാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പുന്നാര മകന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുമ്പോ മകൻ ചോദിച്ചു, ഉമ്മാ, നിങ്ങൾക്കത് കഴിക്കാമായിരുന്നില്ലേ? എങ്ങനെയാണ് പൊന്നുമോനെ ഞാൻ കഴിച്ചാ ശരിയാകുന്നത്? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ, നിന്റെ വയറ് നിറഞ്ഞാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും എന്റെ വയറ് നിറയാനത് കാരണമാണ്. ഇതാണ് ചെറുപ്പക്കാരാ നിന്റെ ഉമ്മ, ഇതാണ് ചെറുപ്പക്കാരാ നിങ്ങളുടെ ഉമ്മ. ആണ് പെങ്ങളെ, നമ്മുടെ ഉമ്മ മറക്കരുത്, അവരെ തട്ടിക്കളയരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ ഒരിക്കലും കളിയാക്കരുത്. അവർ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാമെന്നാൽ രാജാവ് കടന്നു വരുന്ന പ്രതിനിധിയോടെ നിന്റെ ഉമ്മയെ പൊന്നുപോലെ നീ സ്വീകരിക്കണം. അവിടെ നിന്ന് പുന്നാര മകന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുകയാണ്. ഉമ്മ അവിടെ നിന്ന് കട്ടിലിൽ കിടത്തി. മകൻ അവിടെ നിന്ന് ഒരു പായ വിരിച്ച്, ഈത്തപ്പന ഓല കൊണ്ട് പായ വിരിച്ചിട്ട് ഉമ്മാന്റെ അടിയിലേക്ക്, ഉമ്മ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലേക്കൊന്ന് കിടക്കുമ്പോ കൂടെ എഴുന്നേറ്റ് നോക്കുകയാണ്. ആ സമയം ഒരു വേള രാത്രിയിൽ പുന്നാര മകൻ അവിടെ നിന്ന് കണ്ണു തുറക്കുമ്പോ ഒരു കരച്ചിൽ കേൾക്കുന്നു. അല്ലാ, എന്റെ തങ്കക്കുടത്തെ രക്ഷിക്കണേ അല്ലാ, എന്റെ പുന്നാര മകനെ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ദുആ ചെയ്യുകയാണ്. മകൻ അവിടെ നിന്ന് ഉറക്കം നടിച്ചിട്ട് ആമീൻ പറഞ്ഞു. അവിടെ നിന്നതാ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ രോഗിയാവുകയാണ്. പുന്നാര ഉമ്മ രോഗിയാവുകയാണ്. അല്ലാഹുവേ, അന്ന് ജോലിക്ക് പോകുന്ന കൂട്ടുകാരിൽ ഒരാൾ വിളിക്കാമെന്നു. ആ സമയം പറയുന്ന, എനിക്ക് സുഖമില്ല. നോക്കുമ്പോൾ ഉമ്മാക്ക് രോഗമാണ്. ഈ ചെറുപ്പക്കാരൻ പറയാ, എന്റെ ഉമ്മക്ക് പനി പിടിച്ചാൽ അത് എനിക്കും അതുപോലെ വരികയാണ്. എന്റെ ഉമ്മക്ക് എന്ത് രോഗമാണോ വരുന്നത്, എന്ത് സങ്കടമാണോ വരുന്നത്, എന്ത് പ്രയാസമാണോ വരുന്നത്, ആ നൊമ്പരങ്ങൾ എന്നെ വല്ലാതെ വിഷമപ്പെടുത്തുന്നേ, വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. എന്തേ കാരണം? എന്റെ ഉമ്മയോടുള്ള സ്നേഹമതാണ്. കരഞ്ഞു കരഞ്ഞു കണ്ണീർ തൂകി ഞാനും ഇന്ന് കഥനത്തിൻ കണ്ണീരാലെ
കേഴും നീ മാനിമ്പമണി മൊത്തം തന്ന കരളുമ്മ അഹദവനോടായിര ഓതും നീ ഇരുകരം നീട്ടി റബ്ബിലായി ദുആ ചെയ്ത കരളിന്റെ തങ്ക നീലാവെന്റുമ്മ ആ കൈകൾ തളർന്നങ്ങ് പോയാൽ ഞാനും ഇന്ന് കഥനത്തിലാകുമെന്ന് പാടില്ല. എന്റെ ഉമ്മാക്ക് രോഗം വന്നാ എനിക്ക് രോഗമാണ്. പടച്ചവനെ അങ്ങനെ ഇരിക്കെ ഒരു വേള കൂട്ടുകാർ കടന്നു വരുമ്പോ വാടിത്തളർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കാണുകയാണ്. വാടിത്തളർന്ന് കിടക്കുകയാ, ഉമ്മാനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാ. ഉമ്മ കിടന്ന കട്ടിലിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് ചെന്നുകൊണ്ട് കൈപിടിച്ചു ഉയർത്തുമ്പോ വല്ലാതെ കരയുകയാണ്. എന്തേ പറ്റിയടാ നിനക്ക്? ഉടൻ തന്നെ കണ്ണു ചുമന്ന് കൈകളൊക്കെ അവിടെ നിന്ന് വിറക്കുകയാണ്. പോയി കൂട്ടുകാരാ, എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തന്ന, എനിക്ക് സൗഭാഗ്യം തന്ന, എനിക്കൊരുപാട് നിഅമത്തുകൾ തന്ന എന്റെ കരളിന്റെ കഷണമായ പുന്നാര ഉമ്മ മരിച്ചു കിടക്കുകയാണ്. ആ സമയം ആ ചെറുപ്പക്കാരൻ ചോദിക്കാണ്, മരിച്ചു കിടക്കുന്ന ഉമ്മയാണോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്? ഇല്ല മോനെ, എന്റെ ഉമ്മ മരിച്ചെന്നൊരു വാക്കുപോലും കേൾക്കാ ഈ മോൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഉമ്മ എവിടേക്കും ഞാൻ വിടൂല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ഈ കൂട്ടുകാരൻ പോയി ആളുകളോട് പറഞ്ഞു. എല്ലാവരും കടന്നു വന്നു. ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിച്ചു. പ്രിയപ്പെട്ട പുന്നാര ഉമ്മയെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുവന്നുകൊണ്ട് കബറിടത്തിലേക്ക് വെക്കുകയാണ്. കബറിടത്തിൽ വെച്ചു മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിയുമ്പോ ആ കബറിന്റെ അരികത്തിരുന്നിട്ട് മകനവിടന്ന് കരയുകയാ. രണ്ടു കൂട്ടുകാരപ്പുറവും ഇപ്പുറവും നിന്ന് കൈകളിൽ പിടിച്ചു, ആ മോനെ പോകാ, ഞാൻ എന്റെ ഉമ്മാന്റെ അരികത്ത് അല്പമൊന്നിരിക്കട്ടെ. ഇന്നലെ വരെ എന്റെ ഉമ്മ എന്റെ ചാരത്താ. അവരുടെ കരങ്ങൾ എത്ര വിറയ്ക്കുന്നതാണെങ്കിലും, ആ ഉമ്മയുടെ ശരീരം എത്ര ദുർഗന്ധമുള്ളതാണെങ്കിലും അവരുടെ അരികത്ത് ചേർന്നിരുന്ന അവരുടെ ചൂടനുഭവിക്കുന്നത് വല്ലാത്തൊരു സൗഭാഗ്യമാ. ഇന്നെനിക്കതില്ലല്ലോ. ആ കബറിന്റെ അരികത്തിരുന്ന് മകൻ ചോദിച്ച ചോദ്യം കേട്ട് കൂടെ നിന്നിരുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ തളർന്നു വീഴുകയാണ്. ഉമ്മാ, പുന്നാര ഉമ്മ, ഇന്ന് ആരുണ്ടുമ്മ എന്റെ ഉമ്മക്ക് കൂട്ടിന്? എന്റെ ഉമ്മ തനിച്ചല്ലേ ഉമ്മ? ഉമ്മ, മകൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എന്റെ കരളിന്റെ കഷണമായ ഉമ്മ തനിച്ചാണ്. ഇരുട്ടുള്ള വീടാ, അല്പം വെളിച്ചം നഷ്ടപ്പെട്ടാൽ എന്റെ ഉമ്മ പറയും വിളക്ക് കത്തിക്ക. ഇവിടെ എന്റെ ഉമ്മ ആര് എന്റെ ഉമ്മാന്റെ ഖബർ പ്രകാശിപ്പിക്കും? അല്ലാഹുവേ, എന്റെ ഉമ്മയുടെ ഖബർ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കി നീ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരോടെ സങ്കടത്തോടെ പൊട്ടിക്കരയാണ്. ആ കരം കണ്ടെന്നവർ കരഞ്ഞു പോയി, മനമിലൊരാശയായി കൂടെ നിന്ന കൂട്ടരാണേ. ഇല്ല റബ്ബേ, ആ നിലാവം പോയി മാഞ്ഞ്, മനമിലൊരാഗ്രഹം ചോരിഞ്ഞു വിണ്ണിൽ പോകലാണേ. അല്ലാഹുവേ, ഉമ്മയുടെ കരങ്ങളിൽ ഇനി പിടിക്കാനില്ല. കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ ആ ഖബറിന്റെ ഇരുന്നിട്ട് കരയുകയാണ്. രാത്രിയാകുമ്പോ മകൻ വന്നു, ഉമ്മ ഇവിടെ തനിച്ചാണല്ലോ ഉമ്മ, ഉമ്മ പേടിക്കണ്ട കേട്ടോ. ഉമ്മയുടെ കുഞ്ഞുമോൻ ഈ ഖബറിന്റെ അരികത്തുണ്ട്. കൂട്ടുകാർ 2 ദിവസമായി ചെറുപ്പക്കാരനെ കാണുന്നില്ല. ഒരാള് സംശയം പറഞ്ഞു, ഉമ്മയുടെ ഖബറിന്റെ അരികിലുണ്ടാകും, ഉമ്മയുടെ ഖബറിന്റെ അരികിലുണ്ടാകും. അവിടെ നിന്ന് പ്രിയപ്പെട്ട പുന്നാര കൂട്ടുകാരെ തിരക്കി നോക്കുമ്പോൾ പടച്ചറപ്പേ, ജന്നത്തുൽ ബഖീഇന്റെ സ്ഥാനത്ത് ഖബർസ്ഥാനില് പച്ച മണ്ണിൽ ഇങ്ങനെ ഖബറിന്റെ പുറത്ത് കൈവച്ച് കിടക്കാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ എന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മക്ക് മകൻ കൊടുക്കുന്ന സ്നേഹം കണ്ടോ? ഇതിന്റെ ഒരു അല്പമെങ്കിലും ഇന്നിന്റെ മക്കള് കൊടുക്കുന്നോ? ഇന്നിന്റെ മക്കൾ അവരെ കാണുന്നോ? ഇന്നിന്റെ മക്കള് സ്നേഹത്തിന്റെ ഒരല്പമെങ്കിലും ആ ഉമ്മക്ക് വേണ്ടി കൊടുക്കാൻ മക്കൾക്ക് മനസ്സ് വരുന്നുണ്ടോ?
ചെറുപ്പക്കാരാ, മരണപ്പെട്ട് മരിച്ചു പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കൺമുമ്പിൽ അവരുള്ളപ്പോ നീ അവരെ പൊന്നു പോലെ നോക്കണം. മാമാരം കോച്ചിടോമി അരികത്തെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കൂരിരുൾ നീന്തിടോമി അരികത്തെ പള്ളിപ്പറമ്പിലാണെന്റുമ്മ. കുട്ടിക്കളി മാറും കാലത്തും മുമ്പാകെ വിട്ടു പിരിഞ്ഞില്ലേ ബാപ്പയും, പിന്നെ കരളിലെ മാണിക്കല്ലായി മാറത്തൊളുപ്പിച്ചതാണുമ്മ. മാസം 10ഓളം ചുമന്നുള്ളോരുമ്മ, മാടി വിളിച്ചാലി ഫോദിത്തന്നുമ്മ. മാനം ഭൂമിയോളം ക്ഷമപേറും ഉമ്മ, മൗത്തുവരെ എന്നെ ഓർത്തെന്റെയുമ്മ. മാറം നിട്ടകം നിട്ടെവിടെ പോയാലും കരളിലുണ്ടുമ്മ. ദുആ കൊണ്ട് തുടരുമെന്റുമ്മ. മാനേത്തേനെയെന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങിനാ? താലോല പാട്ടോണ്ട് ഞാൻ ഉറങ്ങിയ രാവുകളേറെയും ഓർമ്മയാ. മാനേത്തേനെ, മാസം 10ഓളം ചുമന്നൊരുമ്മ. അത്ര അർത്ഥവത്തായിട്ടുള്ള വരിയാണ്. മാസം 10ഓളം ചുമന്നുള്ളോരുമ്മ, മാടി വിളിച്ചാലി ഫോദിത്തന്നുമ്മ. മാനം ഭൂമിയോളം ക്ഷമപേറും ഉമ്മ, മൗത്തുവരെ എന്നെ ഓർത്തെന്റെയുമ്മ. മാറം നിട്ടകം നിട്ടെവിടെ പോയാലും കരളിലുണ്ടുമ്മ. ദുആ കൊണ്ട് തുടരുമെന്റുമ്മ. മാനേത്തേനെയെന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങിനാ? താലോല പാട്ടോണ്ട് ഞാൻ ഉറങ്ങിയ രാവുകളേറെയും ഓർമ്മയാ. ഒരുപാട് സ്നേഹം തന്നവമ്മ, ഒരുപാട് സന്തോഷം തന്നവമ്മ. ഇതിൽ സംഗമിക്കുന്ന എന്റെ പെങ്ങന്മാരോട്, എന്റെ ചെറുപ്പക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ മജ്‌ലിസ് നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം നേടണം. അതല്ലാതെ ഈ മജ്‌ലിസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. ഞാൻ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളെത്ര ആമീൻ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളുടെ ദുആ സ്വീകരിക്കണോ? നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കണോ? നിങ്ങളുടെ നോമ്പ് സ്വീകരിക്കണോ? നിങ്ങളുടെ സ്വതക്ക സ്വീകരിക്കണോ? നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുത്തോ? അതില്ല എന്നുണ്ടെങ്കിൽ വല്ലാഹ് നിങ്ങൾക്ക് ഒരു മജ്‌ലിസ് കൊണ്ടും ഒരു പ്രതിഫലം ലഭിക്കില്ല. ഇതിന്റെ പേരിൽ അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ പൊരുത്തമില്ല, ഞാൻ ഇത് കാണൂല, വല്ലാഹി നിങ്ങൾ കാണണ്ട. പക്ഷേ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം, കാതു കൊടുക്കണം. നിങ്ങളുടെ പൊന്നുപോലെ നോക്കിയ ഉമ്മ, നിങ്ങൾ ഉമ്മമാരാ, നിങ്ങളുടെ മക്കളും നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ, അവർ വഴക്കു പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടമുണ്ടാകും. അതിനേക്കാൾ ഇരട്ടി സങ്കടമാണ് നമ്മുടെ പുന്നാര ഉമ്മക്ക്. അതുകൊണ്ട് അവരെ വെറുക്കല്ലേ, അവരെ മറക്കല്ലേ, അവരെ ചെന്നുകൊണ്ട് പൊന്നുപോലെ സ്നേഹിക്കണേ. ഈ മകനവിടുന്ന് ഉമ്മാന്റെ കബറിന്റെ ചാരത്ത് 3 കൊല്ലത്തോളം ചെന്ന് കിടക്കുമായിരുന്നത്രേ. 3 കൊല്ലത്തോളം ഉമ്മയുടെ കബറിന്റെ അരികത്ത് പോയിട്ട് കിടക്കുകയാണ്. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യോ? അല്ലേ? ഉമ്മാനെ കൊണ്ടുവന്ന് ബാപ്പയെ കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിലേക്കൊന്ന് കൊണ്ടുവച്ച് 1 മാസം പോയെന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ പിന്നെ ഉപ്പാന്റെ അരികത്തേക്ക് പോകാൻ, ഉമ്മയുടെ അരികത്തേക്ക് പോകാൻ, അവിടെ പോയി അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാ, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാ, അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതാൻ ആരാ ഉള്ളത്? ഏകാന്തതയുടെ മൂകാന്തതയിൽ പടച്ച റബ്ബേ പള്ളിപ്പറമ്പ് കിടക്കുമ്പോ ആരും കടന്നു വരാത്ത കുറെ ആളുകൾ. അതല്ലേ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്? സ്വഹാബ ആരും കടന്നു വരാത്ത കുറച്ച് ആളുകളുണ്ട്, അവരുടെ അരികത്തേക്ക് പോകണമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. എവിടത്തേക്കെന്നറിയുമോ? അത് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിലാണ്. ആരാ ഇന്ന് അവരെ നോക്കുന്നത്? വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകൾ, വിരലിൽ എണ്ണാവുന്ന മക്കൾ മാത്രമാണ് അവരുടെ അരികത്ത് പോയിരുന്നുകൊണ്ട് അവർക്ക് സ്നേഹം കൊടുക്കുന്നത്, അവർക്ക് സന്തോഷം കൊടുക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ എപ്പോഴാ വരുന്നത്? ജുമുഅ നിസ്കാരത്തിന്റെ ടൈമിലാണ്. മക്കൾ വരും, നേരെ പള്ളിയിൽ കയറും. തൊട്ടടുത്ത് പാവപ്പെട്ട
ബാപ്പയുണ്ട്. ബാപ്പ പറയാൻ, ഉമ്മ പറയാൻ, തമുറു അഖാരിബി ജനബാതി ഖബരി കന്ന അഖാരിബി ലം യഅരിഫുനി. മക്കളെ, കബറിന്റെ അരികിൽ കൂടെ വെള്ളിയാഴ്ച ദിവസം ബാപ്പയുടെ ഉമ്മയുടെ കബറിന്റെ അരികത്തുകൂടെ മക്കള് കടന്നു പോകുമ്പോ ഉമ്മയും ബാപ്പയും ചോദിക്കുന്ന, മക്കളെ നിങ്ങൾ ഞങ്ങളെ മറന്നോ? നിങ്ങളെ എത്ര സ്നേഹം തന്നവരാണ്, സന്തോഷം തന്നവരാണ്, എന്തേ നിങ്ങൾ ഞങ്ങളെ മറന്നുപോയത്? ഒരുപാട് ഇഷ്കും ഇഷ്ടവും തന്ന മക്കളല്ലേ നിങ്ങള്? ഉമ്മാനെ മറക്കല്ലേ, ബാപ്പയെ മറക്കല്ലേ? ആരെ ഇന്നിപ്പോ നോക്കുന്നത്? വളരെ കുറവല്ലേ? വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, കുറഞ്ഞ മക്കൾ മാത്രമാണ് അവരുടെ അരികത്ത് പോയി സ്നേഹത്തോടെ അവർക്ക് വേണ്ടി സ്നേഹം കൊടുക്കുന്നത്. ഈ വിഷയം ഞാൻ നിങ്ങളോട് പറയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവരോട്, നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. ഇനി ആരും ഒന്നും ചെയ്തില്ലെങ്കിലും വിഷയമില്ല. പക്ഷേ ഉമ്മയെ പറ്റി ഏതെങ്കിലും ഒരു മകനോ ഒരു മകളോ ബാപ്പയെ പറ്റി മനസ്സിലാക്കിയാൽ അതിന്റെ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തരും. അതിൽ യാതൊരു മാറ്റവുമില്ല. നമുക്ക് ആരുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഒരുപാട് ആളുകൾ എന്റെ പിന്നാലെ വരണമെന്നൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുക. കേൾക്കുന്നവർ അല്പമാണെങ്കിലും പടച്ച റബ്ബേ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ, അല്ലേ? അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാ ദിവസവും പടച്ചവനെ 2:30 ഈ മജ്‌ലിസിലേക്ക് ഓടിയെത്തുന്നവരാണ്. അവരെ നീ തട്ടല്ലേ അല്ലാ. ഒരു പടച്ചവനെ ജോലി ചെയ്ത ക്ഷീണമൊക്കെ മാറുന്നതിന് മുമ്പ് ഓടി വരുന്ന പാവങ്ങളാണ്. നീ അവരെ തട്ടല്ലേ അല്ലാ. നീ അവരെ സങ്കടപ്പെടുത്തല്ല അല്ലാ. നീ അവരെ ദുഃഖത്തെ ആക്കല്ല അല്ലാ.